ഈ അമ്മയും അച്ഛനുമെല്ലാം ഈ മർദ്ദിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അമ്മ അന്ന് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാനും അടുത്ത് നിൽക്കുന്നു, മോള് നിൽക്കുന്നു, അച്ഛനും നിൽക്കുകയാണ്. ഞങ്ങളെ വന്ന് അടിച്ച് വെളിയിലിറക്കി. ആദ്യത്തെ ദിവസം അടിച്ചു, വെള്ളിയാഴ്ച ആയിരുന്നു അടിച്ചപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മുമ്പായിട്ട് അടിക്കാതെ നിങ്ങൾ കുത്തി വെച്ച് കൊന്നുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിറ്റേന്ന് വന്ന് അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ അടിച്ചങ്ങ് വെളിയിലിറക്കിയിട്ട് അവർ 5-6 ആണുങ്ങളും 3 നേഴ്സുമാരും കൂടിയാണ് അതിനകത്ത് കയറിയത്. ഞങ്ങളുടെ അകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കതവിൻ്റെ അവിടെ തന്നെ നിന്ന്. അവരെന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകണുണ്ടോണ്ട് അവൾ പറഞ്ഞു, അമ്മ എന്തോ സംഭവിച്ച്. അവരിതോ ചിരിച്ചുകൊണ്ട് വേണം. നമ്മൾ ചാടി അകത്ത് കയറി ചെന്നപ്പോൾ നോക്കടി മണിച്ചി എന്നതാ കയറി ഇരുന്ന് എന്നെ നെഞ്ചിലിടിച്ച് എൻ്റെ തലയിലടിച്ച് എൻ്റെ കവാലൊക്കെ അടിച്ച് മോൻ പറയണ്. അപ്പോഴും അവൻ ഇങ്ങനെ അടി കൊണ്ടപ്പോൾ അവൻ ആ ചെറിയ മൈൻഡങ്ങ് മാറി. അപ്പോഴവൻ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു എവിടെ നോക്കട്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ചിണത്ത് കിടക്കണം, കവളെല്ലാം ചിണത്ത് കിടക്കും. എവിടെ പെട്ടെന്ന് ഫോണിലെടുത്ത് അവൻ എല്ലായിടത്തും ഇട്ട് കൊടുത്ത്, ഡോക്ടറിന് ഇട്ട് കൊടുത്ത്, അവിടെ എല്ലാവരും കാണിച്ചു കൊടുത്ത്. അവർ ഞങ്ങൾ നിൽക്കി അടിക്കൂല എന്ന് വേണ്ട. ആ നേഴ്സുമാർ ഞങ്ങളുടെ അടുത്ത് നിന്ന് തെറുതെറുവോ നിന്ന്. അവന്മാരെ പിന്നീട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അച്ഛനും എതിർത്തില്ല. ആദ്യ ദിവസം, രണ്ടാമത്തെ ദിവസവും വീണ്ടും മർദ്ദിക്കാൻ വന്നു. ആദ്യ ദിവസവും മർദ്ദിച്ചപ്പോൾ ഞങ്ങളഞ്ഞ് വെളിയിൽ ചവിട്ടി, പിന്നെ കട്ടിലോടെ അവരങ്ങ് ചവിട്ടി അങ്ങ് കയറിയാണ് ഞങ്ങളഞ്ഞ് വെളിയിലിറക്കിയത്. ആദ്യ ദിവസം നിങ്ങളുടെ മുന്നിൽ വെച്ചാണ്? ഓ അതെ. എന്താ ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു? അതെ. ഓടി ഇപ്പോഴും താഴെ കൂടെയൊക്കെ ഓടി ഇരിഞ്ഞ് വന്ന് ഓപ്പിയുടെ നട എത്തിയപ്പോൾ ഞാൻ ഓടി ചെന്ന് ഉടുപ്പോടെ പിടിച്ചിഞ്ഞു കൊടുത്ത് എൻ്റെ കൂടെ ഇഞ്ഞ് വന്ന് അകത്ത് കയറും മുമ്പേ ഇവരെല്ലാവരും കൂടെ ഈ നേഴ്സുമാർ ഫോൺ ചെയ്ത് അവരെല്ലാവരും ഓടിയെത്തി. അതിൽ ആ വെള്ളം ഉടുപ്പിട്ടിരുന്ന ആനന്ദം എന്ന് പറഞ്ഞ പയ്യനാണ് നെഞ്ചി കയറി. അന്ന് നമ്മൾ നിൽക്കുമ്പോഴും ആ നെഞ്ചി കയറിയിരുന്നാണ് അടിയും കൊടുത്ത് കെട്ടിയത്. അപ്പോൾ നമ്മൾ നിനക്ക് ഇത്രയും വേണം, നീ ഞാൻ ഓടിയിട്ടില്ല. അവർ ഞാൻ കാണിച്ചത്. വയലൻ്റ് ആകുമ്പോൾ അവൻ ചീത്ത വിളിക്കും. അപ്പോൾ അത് അവർക്ക് പിടിച്ചില്ല. SKN കൃത്യമായി അതിൽ തന്നെ നെഞ്ചിൽ ഗുരുതരമായ ക്ഷതമുണ്ട് എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. 22 മുറിവുകളും ക്ഷതങ്ങളും ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്? ഞാൻ വെള്ളിയാഴ്ച അതിന് മുന്നേ പോലീസ് പറഞ്ഞു. പോലീസിനോട് സംസാരിക്കും. പോലീസിനോട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല അതിന് മുന്നേ 2-3 പ്രാവശ്യം ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ചെന്നപ്പോൾ ആദ്യം 15 ദിവസമാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു 20 ദിവസം. പിന്നെ പറഞ്ഞു ഇത്രയും ഒരു ഇതായത് കൊണ്ട് 35 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കോപ്പി കൈ തന്നിട്ട് പറഞ്ഞ് പോലീസ് അത് മാഡത്തിൻ്റെ പേര് മറന്നുപോയി, മാഡമാണ് തന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോഴും മാഡം അവിടെ ഇല്ല. ഞാനൊരു 12:30-1 മണി വരെയൊക്കെ ഞാൻ കാത്തിരുന്നപ്പം അത് അവർ ശാസ്ത്രമംഗലത്ത് പോയിരുന്നു, ഡോക്ടറിൻ്റെ മൊഴിയെടുക്കാൻ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാഡം എനിക്ക് ഇനി റിപ്പോർട്ട് ഞങ്ങളിൽ കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ കോപ്പി തരാൻ വേണ്ടി എനിക്ക് കോപ്പി എടുത്ത് തരികയാണ് ചെയ്തത്. അപ്പം ഞാൻ മാഡം എനിക്ക് ഒറിജിനൽ വേണം, അതിന് ഒരു പോളിസിക്ക് ചേർന്നിട്ടുണ്ട്, അതിന് ഒറിജിനൽ വേണം, അത് 3ാമത്തെ നിലയിൽ കയറണം, ഇയാൾക്ക് ബുദ്ധിമുട്ടാവും, നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കോപ്പി തരുന്നത്. എന്നിട്ടും ഇത് നമുക്കറിയില്ലല്ലോ, വായിച്ച് നോക്കാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫാമിലി ഡോക്ടറെ, അത് ഫാമിലി വക്കീലിനെയാണ് ആദ്യം കൊണ്ട് കാണിച്ചത്. പുള്ളിക്കാരൻ വായിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കേസ് കൊടുക്കണം, ഇത് മർദ്ദനം മൂലമുള്ള മരണമാണ്. അപ്പോൾ എന്നിട്ടും എനിക്കത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. തിരിച്ച് വൈകുന്നേരം വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ പരിചയമുള്ള ഒരു ഹസ്ബൻഡും വൈഫും ആയുർവേദ ഡോക്ടേഴ്സാണ്. അവരെ വീട്ടിൽ പോയി വായിച്ചപ്പോഴാണ് 5ാമത്തെ പാരഗ്രാഫ് മുതൽ 22ാമത്തെ പാരഗ്രാഫ് പെൻസിലിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വരച്ച് തന്നെയാണ് അവരെല്ലാം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത്. മില്ലിമീറ്റർ കണക്കിനുള്ള ക്ഷതമല്ല, സെൻറ്റിമീറ്റർ കണക്കിനുള്ള ക്ഷതമാണ് അത്രയും ഏറ്റിരിക്കുന്നത്. ഈ മർദ്ദനമേറ്റ് തിരിച്ചു കയറുമ്പോൾ അനിയൻ എന്തെല്ലാം പറഞ്ഞത്? ഒരുപാട് എന്നെ മണിച്ചിന്നാണ് വിളിക്കുന്നത്. മണിച്ചി ഇങ്ങ് വാ, 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. മണിച്ചി ഇങ്ങ് വാടി, എൻ്റെ നെഞ്ചിൽ കയറി നാടി എന്നെ ഇടിച്ചത്. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ എന്നെ കണ്ടാൽ മണിച്ചി സെൽഫി എന്ന് പറയും, നോർമലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഞാൻ മണി നിനക്ക് ഇപ്പം ഞാൻ സെൽഫി എടുക്കൂല, കെട്ടിയിട്ടിരിക്കല്ലേ. ഇല്ല മണിച്ചി നീ ഇടെന്ന് പറയും. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീറി കയറി, നെഞ്ചിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെയൊക്കെ, ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. ഞാൻ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഡോക്ടറെ വിളിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി വിളിക്കുന്നു, ശനിയാഴ്ച വിളിച്ചിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ ഇന്നലെ കൊണ്ടുവന്ന് കിടത്തിയ പേഷ്യൻറ്റ് ഇന്ന് 10,000 രൂപ ഞങ്ങൾ കൊണ്ടുവന്ന് അതിൽ ബില്ലടയ്ക്കുന്നു. എന്നിട്ട് കയ്യെ പൈസയും വാങ്ങിയിട്ടാണ് ഇവിടെയുള്ളവരെല്ലാവരും കൂടി പട്ടിയെ പോലെ എടുത്തിട്ട് അടിച്ചത്. അങ്ങനെ തല്ലില്ല, ഞാൻ പറഞ്ഞിരിക്കാം. ഞാൻ അതുകൊണ്ടല്ല, കയ്യിലെ പൈസയും തന്നിട്ട് പട്ടിയെ പോലെ, അതായത് ഈ തലേദിവസം തല്ലിയതിൻ്റെ പരാതിയായിട്ട് പറഞ്ഞതുകൊണ്ട് രാവിലത്തെ ഗുളിക തരുന്നത് ഉച്ചത്തെ മെഡിസിൻ തരുന്നത് വൈകുന്നേരം. രാത്രി ബഹളം വയ്ക്കുമ്പോൾ ചെന്ന് വിളിച്ചാലേ വന്ന് ഇഞ്ചക്ഷൻ പോലും അവർ എടുക്കുള്ളൂ. പോലീസ് മാന്യമായിട്ട് തന്നെയാണോ? മാന്യമായിട്ട് എന്ന് വെച്ചാൽ നമുക്കിതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, സാറേ അന്നത്തെ ആ ആക്സിഡൻറ്റ്, അതായത് ആ അടിയുടെ ഇത് വെച്ചിട്ടാണോ മരണം? അയ്യോ അല്ല, അതെല്ലാം ചെറിയ മുറിവുകളാണ്.
ചെറിയ ചെറിയ FIR സാധാരണ സ്വാഭാവിക ആശുപത്രിയിൽ കിടന്ന ചികിത്സ നേടിയുള്ള സാധാരണ മരണമായിട്ടാണ് FIR ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ മുറിവുകൾ ഉണ്ട്. സാക്ഷിമൊഴികൾ ഇവർ 3 പേരും നോക്കി നിൽക്കുകയാണ്. ആദ്യ ദിവസം മർദ്ദിക്കുന്നത്, 2ാം ദിവസം ഇവരുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി റൂമിനകത്ത് കയറ്റിയാണ് മർദ്ദിക്കുന്നത്. അപ്പോഴും ഇക്കാര്യങ്ങൾ പോലീസിൽ പറഞ്ഞില്ല. പറഞ്ഞു എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പോലീസിൽ പറഞ്ഞിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പോലും മാറ്റം വരുത്താൻ പോലീസും തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച പോലീസാണ് ഇവർക്ക് കൈമാറുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ ആരോഗ്യ വിദഗ്ധരുമായി കാണിച്ചു ചർച്ച ചെയ്തു. സാധാരണഗതിയിൽ ഇത് ഇത്രത്തോളം ഗുരുതരമായ മുറിവുകൾ ഉണ്ടെങ്കിൽ, അത്തരത്തിൽ ക്ഷതമേറ്റ് ഈ ശ്വാസകോശത്തിൽ രക്തം കെട്ടിക്കിടന്ന് ഈ മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് മൊഴി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണമുണ്ട്. അമ്മ, ഈ വീട്ടിലെ പ്രധാന ഏണിംഗ് ഒരു ജോലി മകന് മാത്രമായിരുന്നു. നൃത്ത അധ്യാപകനായിരുന്നു. അവൻ 3.5 വയസ്സ് മുതലേ ഡാൻസ് പഠിച്ച് ഇപ്പോഴും അതിൻ്റെ അധ്യാപകനാണ്. ഇപ്പം ഇതിലൊരു സ്കൂളിൽ അവന് ജോലിയും കിട്ടി. 3 വർഷം കൊണ്ട് പഠിപ്പിക്കാൻ പോയി. ഇപ്പോഴും അവന് ജോലി കിട്ടിയതിൻ്റെ 3ൻ്റെ അന്നാണ് ഞാൻ കൊണ്ട് ആശുപത്രി, ഉറക്കമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊണ്ട് ആശുപത്രി കിട ഇത്രയും ദൂരം പോയിട്ട് പറഞ്ഞല്ലേ മക്കളെ, ഒരു വിധത്തിൽ വരില്ല. ഞാൻ ഇവരവിടുത്തെ ആട്ട വിളിച്ചാണ് അതിലാണ് കൊണ്ടുപോയത്. വണ്ടിയിൽ പോവാതെ കൊണ്ടുപോയി അവിടെ എവിടെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് പറഞ്ഞ് മക്കളെ നീ അങ്ങ് കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ കൊണ്ടുപോവാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇത്രയും ആയിട്ടും ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഡോക്ടർ രാത്രി ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ പറഞ്ഞു ഇനി അവർ വരില്ല, അവരെ സത്യപ്രതിജ്ഞ ചെയ്ത് കയറ്റിയതാണ്, അവരങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞ് സാർ നമ്മളെ കൂടെ നിന്ന്. പക്ഷേ ഈ ഡോക്ടർ നമ്മളെ കൂടെ നിന്ന് ഡോക്ടർ അറിയിച്ചു. അപ്പോഴും തന്നെ വിളിച്ച് പറഞ്ഞ് ആ നേഴ്സന്മാർ വന്ന് വീണ്ടും പറഞ്ഞു നിങ്ങൾ 3 പേര് ഇങ്ങനെയുള്ളവർ വന്ന് നിന്നാൽ ഈ ഭീമനെ പോലെ കൊണ്ട് ഇട്ടേക്കുന്നവനെ പിടിച്ച് കെട്ടണ്ടേ, അവന്മാർക്ക് ഞങ്ങളെ സുരക്ഷിതം കൂടെ നോക്കണ്ടേ. ഈ ഡോക്ടർ നേഴ്സന്മാർ ഞങ്ങളുടെ തെറുതെറുവും പറഞ്ഞു നിന്ന്. അങ്ങനെ ഞാനും നേഴ്സന്മാരും കൂടെ വഴക്ക് വേണം. അതെല്ലാം ഇവള് പിടിച്ചെടുത്ത്. ഇതാണ് അനുഗ്രഹീത കലാകാരനായിരുന്നു. അത് ചെറുപ്പം മുതലുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടി നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ഇത് നമ്മൾ സ്കൂൾ കലോത്സവത്തിന് ഭരതനാട്യത്തിൽ 1ാം സ്ഥാനം നേടിയതിൻ്റെ എല്ലാം ഫോട്ടോയാണ്. ഇത്തരത്തിൽ വർഷങ്ങളായി ഈ നൃത്ത അധ്യാപകനായും നൃത്ത പെർഫോമറായും നിൽക്കുന്നു. ഈ കഴിഞ്ഞ കേരളോത്സവത്തിലും അതിനുശേഷം നടത്തിയ മറ്റ് മത്സരങ്ങളിലുമെല്ലാം 1ാം സ്ഥാനം നേടിയ നിരവധി സർട്ടിഫിക്കറ്റുകൾ ഇവിടെയുണ്ട്, ട്രോഫികൾ ഇവിടെയുണ്ട്. ഈ ഒരു മനുഷ്യനെയാണ് ഈ ഇത്തരത്തിൽ ഗുരുതരമായി ആക്രമിച്ച ശേഷം ഒടുവിൽ ഇപ്പം നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കുടുംബത്തിന് ബോധ്യപ്പെട്ടത്. പക്ഷേ പോലീസ് ഇപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. എന്തായാലും പോലീസിന് പോകുന്നുണ്ട്. ഞങ്ങൾ ഇനി കമ്മീഷൻ ഓഫീസിൽ പോകും. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കാൻ തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ക്രിമിനൽ വക്കീലിനെയും കൂടി ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഇതാണ് എന്തായാലും നീതി ലഭിക്കണം, കുടുംബത്തിന് നീതി ലഭിക്കണം. ആ മരണകാരണം കൃത്യമായി കുടുംബത്തിന് അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ക്ഷതങ്ങൾ, 22 മുറിവുകളും ക്ഷതങ്ങളും എങ്ങനെയാണ് ശരീരത്തിൽ വന്നത്, അത് എന്തുകൊണ്ടാണ് പോലീസ് പരിശോധിക്കാത്തത്? ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ആശാ കേന്ദ്രമാകുന്ന ഒരു ഗൃഹനാഥനെയൊക്കെ ഇങ്ങനെ മർദ്ദിക്കാനൊക്കെ ഇവർ എന്ത് തീരുമാനിച്ചും ഭാവിച്ചുമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും പോലീസ് ഗൗരവമായി അന്വേഷിച്ചിട്ട് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ പിടിച്ചു നിർത്തണം. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ വിനയാന്വിതമായ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.